മുത്തുമണിയാളെ നമ്മളെ ഐക്കോറ ഇവിടെ ഒരു 2 ഐറ്റം ഐക്കോറ ഉണ്ട്. അപ്പോൾ 2 ഐറ്റം എന്ന് പറഞ്ഞാൽ ഐക്കോറ വർഗ്ഗമാണെങ്കിൽ 2-3 ഐറ്റം വർഗ്ഗം ഐക്കോറകളുണ്ട്. പക്ഷെ നമ്മൾ ഓരോ വലുപ്പത്തിലും ഐക്കോറക്ക് ഓരോ പേരിലാണ് അറിയപ്പെടുക. ഇപ്പോൾ ഇവിടെ ഉള്ളത് അത് ചെറുത് ഒരു 1/2 കിലോൻ്റെ ചോട വരുന്ന ഐക്കോറ. ഇതിൻ്റെ പേര് ശരിക്ക് വരി എന്നാ പറയാം. ഐക്കോറ തന്നെ ആണെങ്കിലും അതിനെ ചെറുപ്പത്തിൽ വിളിക്കുന്ന പേരാണ് വരിമീൻ. അതേസമയം ഇതൊരു കിലോൻ്റെ ചോട 3/4 കിലോന് അല്ലെങ്കിൽ 1 കിലോന് ആ സൈസ് വരുന്ന ഈ ഐക്കോറക്ക് പറയുന്ന പേരാണ് കൊള്ളി എന്ന് പറയും. കൊള്ളി കേട്ടോ. അപ്പം ഇത് 2ാമത്തെ സ്റ്റെപ്പാണ്. പിന്നെ ലേശം കൂടി വലുപ്പം വെക്കുക. ലേശം കൂടി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഏകദേശം ഒരു 1.25-2 കിലോനൊക്കെ ഇത് വലിയ വലുപ്പമില്ല കേട്ടോ. ഇതിനെക്കാട്ടി ലേശം കൂടി വലുപ്പം വെക്കുന്ന ഐക്കോറാണെങ്കിൽ അതിൻ്റെ പേര് ഓളി എന്ന് പറയും. ഓളി ഈ ഐക്കോറിൻ്റെ പേര് തന്നെയാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. ഓളി എന്നാണ് പറയാം. 3ാമത്തെ സ്റ്റെപ്പാണ് ഐക്കോറിൻ്റെ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ഒരു 2.5-3 കിലോനായി കഴിഞ്ഞാൽ നമ്മൾ പറയും ഐക്കോറ എന്ന് പറയും. അതിനാണ് ശരിക്കും ഒറിജിനൽ ഐക്കോറ എന്ന് പറയാം. അതേസമയം ഒരു 10 കിലോന് 15 കിലോനൊക്കെ വന്നു കഴിഞ്ഞാൽ ആ മീൻ നമ്മൾ പറയും മീൻ എന്ന് പറയും. ഒറിജിനൽ മീൻ. നമ്മളവിടെ ഇതിന് ഐക്കോറ എന്ന് പറയുന്നുണ്ടെങ്കിലും പല ഭാഗങ്ങളിലും നെയ്മീൻ എന്നൊക്കെ അറിയപ്പെടും. ഇയാള് സംഗതി കിങ് ഫിഷ് കേട്ടോ, നെയ്മീൻ എന്നൊക്കെ അറിയപ്പെടും. അപ്പോൾ ഓരോ പ്രായത്തിലും ഓരോ പേരിൽ അറിയപ്പെടുന്ന ഒരു മീനാണ് കേട്ടോ ഈ ഐക്കോറ. അപ്പോൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ പറയും വരിമീൻ, പിന്നെ അത് കഴിഞ്ഞാൽ കൊള്ളി, അത് കഴിഞ്ഞാൽ ഓളി കഴിഞ്ഞാൽ പിന്നെ ഐക്കോറ കഴിഞ്ഞാൽ മീൻ. അതാണ് ഏറ്റവും മൂപ്പുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങൾക്ക് പങ്കുവെക്കാം. ഓക്കെ. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനൊക്കെ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, മറക്കാതെ ചങ്കുകളെ മുത്തുമണികളെ. ഓക്കെ.